എല്ലാവരെയും ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പേര് നിതീഷ്. നമുക്ക് സാരി റേസ് പ്ലസിൻ്റെ ഒരു ഓൺലൈൻ സെഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. സെക്ഷൻ 14B റൂൾ 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു പ്രത്യേക ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സഹകരണ സംഘങ്ങൾ തമ്മിൽ കൈകോർക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കാം. അവരെന്നാണോ ആ ഒരു ബിസിനസ് ചെയ്ത് കഴിയുന്നത് അന്നത്തോടുകൂടി അവരുടെ എന്ത് കഴിയുന്നു, ഈ ഒരു പാർട്ട്ണർഷിപ്പ് അവസാനിക്കുന്നു അല്ലേ. ഇനി ഭാവിയിൽ അവർക്ക് വീണ്ടും അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം? കൈകോർക്കാം. അപ്പോൾ ഇതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ലേ, അതിലെ സെക്ഷൻ 4 അനുസരിച്ചാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ ആരംഭിക്കുന്നത്. മിനിമം 2 പേരുണ്ടെങ്കിലേ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് 1932 നോർമൽ പാർട്ട്ണർഷിപ്പാണ്. അതും നമ്മുടെ KCS ആക്ടിലെ ഈ ഒരു പാർട്ട്ണർഷിപ്പുമായി യാതൊരു ബന്ധവുമില്ല. ഇത് സംഘങ്ങൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്. ഒരിക്കലും ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയില്ല. ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ ഒരിക്കലും ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഇത് സൊസൈറ്റികൾ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ KCS ആക്ടിലെ പ്രത്യേകത പറഞ്ഞിട്ടുള്ള സെക്ഷൻ 14B അനുസരിച്ച് മാത്രമേ ഇതിനെ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ? നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയില്ല? സൊസൈറ്റീസ് പാർട്ട്ണർഷിപ്പിനെ ഓർഗനൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സെക്ഷൻ 14B റൂൾ 13Bയിലാണ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം, ഇതിനെപ്പറ്റി നോക്കാം. Any 2 or more societies with the prior permission of RCSൻ്റെ പ്രയർ പെർമിഷനോടുകൂടി 2 അതിലധികമോ സഹകരണ സംഘങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടാവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ ജനറൽ ബോഡിയിൽ മെജോറിറ്റിയോടുകൂടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മിനിമം 15 ദിവസത്തെ നോട്ടീസെങ്കിലും കൊടുത്തുകൊണ്ട് എന്തോന്ന് ചെയ്തിട്ടുണ്ടാവണം? വിളിച്ച് ചേർത്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനറൽ ബോഡി മീറ്റിംഗ് അതായത് പൊതുയോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തോന്നുണ്ട്? നോട്ടീസുകൾ നൽകേണ്ട ആവശ്യമുണ്ട്. ആ നോട്ടീസുകൾ നൽകുന്നതിന് പലതിനും പല കാലപരിധികളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നോട്ടീസ് കൊടുക്കേണ്ടത് എത്ര ഇതിനകമാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ 15 ദിവസത്തിനകം എന്തോന്ന് കൊടുക്കുക? 15 ദിവസത്തെ കാലാവധി കൊടുത്തുകൊണ്ട് ഒരു ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ആ ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ അവതരിപ്പിച്ച് ആ റെസൊല്യൂഷൻ അവതരിപ്പിച്ച് മെജോറിറ്റിയോടുകൂടി എന്ത് പാസ്സാക്കേണ്ടതുണ്ട്? ഈ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഇനി അടുത്ത് ഇതിനകത്ത് പറയുന്നു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലേ, അതായത് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടത്? ഓഫ് പാർട്ട്ണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി പ്രിപ്പയർഡ് ബൈ സൊസൈറ്റി അല്ലേ. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? സൊസൈറ്റികളാണ്. ആൻഡ് ഇറ്റ് ഷാൽ ബി സബ്മിറ്റഡ് ടു ദ ജനറൽ ബോഡി ഫോർ അപ്രൂവൽ അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? സൊസൈറ്റികൾ തന്നെയാണ്. അത് അവർ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്ത് ജനറൽ ബോഡി അംഗീകാരത്തിന് വേണ്ടി ജനറൽ ബോഡി മുമ്പാകെ അവതരിപ്പിക്കുന്നു. ജനറൽ ബോഡി അംഗീകരിച്ച ഉടനെ തന്നെ ഇത് RCSിലേക്കും RCSൽ നിന്ന് ഇതിനെ ഗവൺമെൻറ്റിലേക്കും എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു സംഘത്തിന് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ സ്കീം തയ്യാറാക്കേണ്ടതുണ്ട്. സ്കീം തയ്യാറാക്കേണ്ടത് സൊസൈറ്റിയാണ്. സൊസൈറ്റി തയ്യാറാക്കിയ സ്കീമിനെ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ച് പാസ്സായി കഴിഞ്ഞാൽ ജനറൽ ബോഡിയിൽ നിന്നും നേരെ ഇത് രജിസ്ട്രാറിലേക്കും രജിസ്ട്രാറിലൂടെ ഇത് നേരെ ഗവൺമെൻറ്റിലേക്കും എത്തിച്ചേരുന്നു. മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന സൊസൈറ്റിയിൽ നിന്നും നേരെ ഇത് ആരിലേക്ക് പോകുന്നു? നമ്മുടെ ജനറൽ ബോഡിയിൽ പാസ്സായാൽ നേരെ ഇത് RCSിലൂടെ ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇനി അടുത്ത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, the registrar shall verify the feasibility and practicability of the dedicated project report അല്ലേ. അപ്പോൾ രജിസ്ട്രാർ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ സാധ്യതകളെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പഠിച്ചിട്ടുണ്ടാവണം. പഠിച്ചതിന് ശേഷമാണ് അപ്രൂവൽ നൽകേണ്ടത്. ഇനി ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കേ, അതായത് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന സംഘങ്ങളുടെ ഓഡിറ്റ്, വെരിഫിക്കേഷൻ എന്നീ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ആരായിരിക്കും? രജിസ്ട്രാർ ആയിരിക്കും. പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന സംഘങ്ങളുടെ ഓഡിറ്റ്, വെരിഫിക്കേഷൻ, ഇൻസ്പെക്ഷൻ എന്നീ കാര്യങ്ങൾ നടത്തുന്നത് ആര് തന്നെ ആയിരിക്കും? രജിസ്ട്രാർ തന്നെ ആയിരിക്കും. ഇനി ഇതിനകത്ത് പറയുന്നു the annual accounts of partnership of society shall be audited by a team of auditors അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ പാർട്ട്ണർഷിപ്പ് സൊസൈറ്റീസിൻ്റെ
അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പാർട്ട്ണർഷിപ്പ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പാർട്ട്ണർഷിപ്പ് സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ആരൊക്കെ കൂടെ ചേർന്നിട്ടായിരിക്കും? ഇവിടെ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ രണ്ട് പാർട്ട്ണർഷിപ്പ് സൊസൈറ്റികൾ തമ്മിലാണല്ലോ എന്തിൽ ചേരുന്നത്, പാർട്ട്ണർഷിപ്പിൽ വരുന്നത് അല്ലേ. അപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സൊസൈറ്റികൾ തമ്മിൽ പാർട്ട്ണർഷിപ്പിൽ ചേരുന്ന സമയത്ത് എയിൽ നിന്നും 2 പേര്, ബിയിൽ നിന്നും 2 പേര്, ഇവർ കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് തുടങ്ങുന്നത്, ഒരു ഓഡിറ്റ് ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സൊസൈറ്റിയുടെയും ഓഡിറ്റ് ടീമിൽ നിന്നും കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നു ദ ഓഡിറ്റ് ടീം ഷാൾ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം എമംഗ് ദ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അല്ലേ. അതായത് നമ്മുടെ ആ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന സൊസൈറ്റീസിൻ്റെ ടീമുകളിൽ നിന്നും കമ്പൈൻ ചെയ്തുകൊണ്ട് 2 പേരെ അല്ലെങ്കിൽ 3 പേരെയോ അതിൽ കൂടുതൽ ആൾക്കാരെയോ ഒക്കെ ഫോം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തോന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു ഓഡിറ്റ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രം, അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം, അത് ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു ദ ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഷാൾ ബി കണ്ടക്റ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ അല്ലേ. വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്തോന്ന് കണ്ടക്ട് ചെയ്തിരിക്കണം ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അതിൻ്റെ ഇൻസ്പെക്ഷനും വെരിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് സെക്ഷൻ 66(2)(a)യിലാണത് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, അടുത്ത് ഇതിനകത്ത് പറയുന്നു ഫണ്ട് റിക്വയർഡ്സ് ഫോർ ദ ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലേ. പാർട്ട്ണർഷിപ്പ് എന്തിനു വേണ്ടിയിട്ട് രൂപീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫണ്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും എന്ന് പറയുന്നത് ഷാൾ ബി മൊബിലൈസ്ഡ് ഫ്രം ദ പാർട്ട്ണർ സൊസൈറ്റീസ്. പാർട്ട്ണർ സൊസൈറ്റീസിൽ നിന്ന് തന്നെ അതിനെ എന്ത് ചെയ്യണം, മൊബിലൈസ് ചെയ്യണം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ബിസിനസ് അല്ലേ. ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് നമുക്കതെന്തോന്ന് ചെയ്യാം, നമുക്കത് മേടിക്കാം. മനസ്സിലായില്ലേ? ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് നമുക്ക് എന്തോന്ന് ചെയ്യാവുന്നതാണ്, ഫണ്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് നമുക്ക് എന്ത് കളക്ട് ചെയ്യാവുന്നതാണ്, ഫണ്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് പറയുന്ന കാര്യം നോക്കിയേ, ദ പാർട്ട്ണർഷിപ്പ് ഷാൾ സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോർ റേസിംഗ് ഓഫ് ഫണ്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രോജക്റ്റ് റിപ്പോർട്ട് ആൻഡ് ഷാൾ സബ്മിറ്റ് ദ സെയിം ടു ദ RCS അല്ലേ. പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ദ പാർട്ട്ണർഷിപ്പ് ഷാൾ സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ഫോർ റേസിംഗ് ഓഫ് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും ചെയ്യേണ്ടതാണ്, സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. ആർക്കാ സബ്മിറ്റ് ചെയ്യേണ്ടത്? RCSന് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു അല്ലേ, എന്തോന്നാണ്, ആദ്യം ഒരു സ്കീം പ്രിപ്പയർ ചെയ്യണം, സ്കീം പ്രിപ്പയർ ചെയ്യേണ്ട സൊസൈറ്റി, പിന്നെ അത് ജനറൽ ബോഡി വയ്ക്കുന്നു, ജനറൽ ബോഡിയിൽ നിന്നും അത് നേരെ RCSലൂടെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നു. ഇതിൻ്റെ ഫീസിബിലിറ്റി മറ്റ് കാര്യങ്ങളും പരിശോധിക്കേണ്ട RCS ആണ്. എന്നിട്ട് അതിൻ്റെ വെരിഫിക്കേഷനും മറ്റ് കാര്യങ്ങളെല്ലാം നടത്തേണ്ട RCS ആണ്. ഇവരുടെ ഓഡിറ്റും കാര്യങ്ങളും നടത്തേണ്ട ഉത്തരവാദിത്തം RCSനാണ്. അതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നിന്നും ബി എന്ന് പറയുന്ന സൊസൈറ്റീസിൽ നിന്നും അവരുടെ ടീമിൽ നിന്നും കുറച്ച് ആൾക്കാരെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കി അവരായിരിക്കും പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എന്തോന്നാണ്, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൊസൈറ്റിയുടെ പക്കൽ നിന്നും പണം വാങ്ങാം, പക്ഷേ ഒരിക്കലും അവരുടെ യഥാർത്ഥ ബിസിനസ്സിന് അതെന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. ഇനി എന്താണ്, ഫണ്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുവാദത്തോടു കൂടി മേടിക്കാം, RCSൻ്റെ അനുവാദത്തോടു കൂടി മേടിക്കാം. ഇനി ദ രജിസ്ട്രാർ മേ ഫോർവേഡ് സച്ച് ആപ്ലിക്കേഷൻ ടു ഗവൺമെൻറ് അല്ലേ. രജിസ്ട്രാർ എന്നിട്ട് അതിനെ എന്തോന്ന് ചെയ്യുന്നു, ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. രജിസ്ട്രാർ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു വിത്ത് ഹിസ് സജഷൻസ് ആഫ്റ്റർ കൺസിഡറിങ് ദ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് ആർക്ക് അയച്ചു കൊടുക്കുന്നു, നമ്മുടെ രജിസ്ട്രാറിന് അയച്ചു കൊടുക്കുന്നു. കൂടാതെ അതിൻ്റെ കൂടെ ഫിനാൻഷ്യൽ പൊസിഷനും കൂടെ അയച്ചു കൊടുക്കുന്നു. അതായത് സൊസൈറ്റികളുടെ നിലനിൽപ്പിനെ ബാധിക്കാൻ പാടില്ലല്ലോ അല്ലേ. ഫണ്ട് നമ്മൾ ഒരുപാട് റേസ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അപ്പോൾ അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ ഫിനാൻഷ്യൽ പൊസിഷനും കൂടെ ചേർത്താണ് ആർക്ക് അയച്ചു കൊടുക്കുന്നത്, സർക്കാരിന് അയച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നു ഇൻ ദ കേസ് ഓഫ് റേസിംഗ് ഓഫ് ഫണ്ട് ഫോർ സച്ച് പാർട്ട്ണർഷിപ്പ് അല്ലേ. എന്തോന്നാണ്, ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് പ്രയർ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഷാൾ ബി ഒബ്റ്റൈൻഡ് അല്ലേ. എന്തോന്നാണ്, ഗവൺമെൻറ്റിൽ നിന്നും പ്രയർ സാങ്ഷൻ മേടിക്കേണ്ടതാണ്. ഇനി അടുത്ത് 14(b)(2) പറയുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ എൻ്റർ ഇൻ ടു പാർട്ണർഷിപ്പ് ഇൻ അല്ലേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പാർട്ണർഷിപ്പിൽ ഏർപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ ഏതൊക്കെ? അംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതു താല്പര്യമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ എന്താണ്, സഹകരണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ എന്താണ് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തോന്നിൽ ഏർപ്പെടാവുന്നതാണ്, പാർട്ണർഷിപ്പിൽ ഏർപ്പെടാവുന്നതാണ്.
അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ, പാർട്ണർഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു സംഘത്തിന് പാർട്ണർഷിപ്പിൽ ഏർപ്പെടേണ്ട സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം. ഒന്നെങ്കിൽ അവരുടെ അംഗങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, 2 പൊതു താല്പര്യത്തിനനുസരിച്ച്, 3 സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്നിട്ട് അവസാനം പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആസ് പെർ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. ഒരിക്കലും ഇത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തത് ആകരുത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഏതിനകത്ത് പറയാനുള്ളത്, പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ പറയാനുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച 2 കാര്യങ്ങളെന്ന് പറയുന്നത്? ഒന്ന്, നമ്മൾ പഠിച്ചത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. ഇനി അടുത്ത 2 നമ്മൾ പഠിച്ചത് എന്താണ്, പാർട്ണർഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എങ്ങനെയാണ് പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത്, അതിൻ്റെ കണ്ടീഷൻസ് എന്തെല്ലാമാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ടിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ടിനകത്ത് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്ന് പറയുന്നത് അമാൽഗമേഷൻ, ഡിവിഷൻ, മെർജർ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അതായത് അമാൽഗമേഷനോ ഡിവിഷനോ മെർജറോ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജനറൽ ബോഡിയിൽ എത്ര ഭൂരിപക്ഷം വേണം അല്ലേ? എന്താ, സിമ്പിൾ മെജോറിറ്റിയാണ് അല്ലേ നമുക്ക് വേണ്ടത്. എന്താണ്, സിമ്പിൾ മെജോറിറ്റി വേണം അല്ലേ. ഇനി അടുത്ത് രണ്ടാമത്തേന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് അല്ലേ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു കേരള ബാങ്ക് അല്ലേ. DCBയിൽ നിന്നും കേരള ബാങ്കിലേക്ക് നമുക്ക് അസറ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ എത്ര മെജോറിറ്റി വേണം? സിമ്പിൾ മെജോറിറ്റിയാണ് അതിനും ആവശ്യമായിട്ടുള്ള സിമ്പിൾ മെജോറിറ്റി. ഇനി അടുത്ത് പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപീകരിക്കുന്നതിന് വേണ്ടി അല്ലേ നമുക്ക് എത്ര മെജോറിറ്റിയാണ് വേണ്ടത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് എത്ര മെജോറിറ്റി വേണം? അപ്പോൾ ഞാൻ പറഞ്ഞു, ലോ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു വാക്ക് ചിലപ്പോൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടി വരും അല്ലേ. എ മെജോറിറ്റി എന്ന് പറയുന്നതാണ് കേട്ടോ. ഏതാണ്? എ മെജോറിറ്റി. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് പാർട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര മെജോറിറ്റി വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് മെജോറിറ്റി മതി കേട്ടോ. എത്രയാണ്? മെജോറിറ്റി. ഓക്കെ, മെജോറിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തത് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ അല്ലെ. അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ എത്ര മാസത്തേക്കാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അറിയാമല്ലോ, എക്സസൈസിങ് ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ, അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്കുമായിട്ടുള്ള എല്ലാവിധ ഇടപാടുകളും നിർത്തി പിരിഞ്ഞു പോകാനുള്ള സമയമാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര ദിവസത്തേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് എത്ര മാസത്തേക്കാണ്? 2 മാസമാണ് സമയം കൊടുക്കുന്നത് കേട്ടോ. 2 മാസം. ഓക്കെ, അപ്പോൾ 2 മാസം സമയം കൊടുക്കുന്നു. ഇനി അടുത്ത് പറയുന്നു ചേഞ്ച് ഇൻ ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ എത്ര മാസത്തേക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്തും അറിയാമല്ലോ, നമുക്ക് കറൻ്റ്ലി നമുക്ക് അൺലിമിറ്റഡിൽ നിന്നും എന്തിലേക്ക് പോകാം? ലിമിറ്റഡിലേക്ക് പോകാം. ലിമിറ്റഡിൽ നിന്നും ഒരിക്കലും എന്തോന്നും ചെയ്യാൻ പറ്റത്തില്ല, അൺലിമിറ്റഡിലോട്ട് മാറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ ചേഞ്ച് ഇൻ ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ എത്ര മാസം തന്നെ? 2 മാസം തന്നെ കേട്ടോ. ഇനി അടുത്ത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു കേരള ബാങ്ക്. DCBയിൽ നിന്നും കേരള ബാങ്കിലേക്ക് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ദിവസം കൊടുത്തു സമയം? ഓക്കെ, അത് ഒരു വെറൈറ്റി സമയമാണ്, 30 ദിവസമാണ് കേട്ടോ. എത്രയാണ്? 30 ദിവസം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു മെമ്പേഴ്സ് ഓഫ് ഇൻ്ററിംഗ് കമ്മിറ്റി അറ്റ് ദ ടൈം ഓഫ് ഡിവിഷൻ. ഓക്കെ, അതായത് ഡിവിഷൻ സമയത്ത് ഇൻ്ററിംഗ് കമ്മിറ്റിയിലെ ആളുകളുടെ എണ്ണം എത്ര? ഓക്കെ, ഇൻ്ററിംഗ് കമ്മിറ്റിയിലെ ആളുകളുടെ എണ്ണം എത്രയാണ്? നോട്ട് മോർ ദാൻ 5 മെമ്പേഴ്സ്, 5 അംഗങ്ങളിൽ കൂടാൻ പാടുള്ളതല്ല. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു ഇൻ്ററിംഗ് കമ്മിറ്റിയുടെ കാലാവധി, പീരീഡ് ഓഫ് ഇൻ്ററിംഗ് കമ്മിറ്റി അല്ലെ. പീരീഡ് ഓഫ് ഇൻ്ററിംഗ് കമ്മിറ്റിയുടെ കാലാവധിയാണ് ചോദിക്കുന്നത്. ഇൻ്ററിംഗ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 3 മാസമാണ് കേട്ടോ. ഇൻ്ററിംഗ് കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 3 മാസം, 3 months. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് എന്നിവയ്ക്കുള്ള നോട്ടീസ് പീരീഡ് എത്രയാണ്? അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് എന്നിവയ്ക്കുള്ള നോട്ടീസ് പീരീഡ് 15 ദിവസമാണ്. ഓക്കെ, എത്ര ദിവസമാണ്? 15 ദിവസം. ഇനി അടുത്ത് പറയുന്നത് എന്തോന്നാണ്? ചേഞ്ച് ഇൻ ലയബിലിറ്റി അല്ലേ. ലയബിലിറ്റി ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് പീരീഡ്. ഓക്കെ, ചേഞ്ച് ഇൻ ലയബിലിറ്റി പീരീഡിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് പീരീഡ് 7 ദിവസമാണ് കേട്ടോ. എത്ര ദിവസമാണ്? 7 ദിവസം. ഓക്കെ, ലയബിലിറ്റി ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് പീരീഡ് എത്ര ദിവസത്തേക്കാണ്? 7 ദിവസത്തേക്കാണ്. ഇനി അടുത്ത് പറയുന്നത് എന്തോന്നാണ്? ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് DCB ടു കേരള ബാങ്ക് മെമ്പർ ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ നോട്ടീസ് അല്ലേ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഓപ്ഷൻ നോട്ടീസ് എത്ര ദിവസത്തേക്ക് കൊടുക്കുന്നു? അതും 7 ദിവസത്തെ ക്ലിയർ നോട്ടീസാണ് കേട്ടോ. 7 ദിവസത്തെ ക്ലിയർ നോട്ടീസ്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മറ്റുള്ള ക്ലാസ്സുകളിൽ നമുക്കിനി വീണ്ടും വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.